ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളിയായിട്ടൊരു ചിക്കൻ സാലഡ് ചെയ്യാൻ പോകണം കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ഫസ്റ്റ് ചിക്കൻ ഉപ്പും കുരുമുളകുപൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ വേവിക്കാൻ വെച്ചു. പിന്നെ നമ്മളിവിടെ ഒരു 4 വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന തക്കാളി, അതിനുശേഷം നമ്മൾ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് നീളത്തിലാണ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റും സെയിം നമ്മൾ നീളത്തിൽ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിളിന് പറഞ്ഞത് സവോളയാണ്. അങ്ങനെ ഈ 4 വെജിറ്റബിൾസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ചിക്കൻ സാലാഡ് റെഡിയാക്കാൻ പോകുന്നത്. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ വൈകുന്നേരത്തെ സ്നാക്സായിട്ടും കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്ന അടിപൊളി ഒരു സാധനമാണിത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ നമ്മളൊരു ബൗളിലേക്ക് ഇട്ടു. പിന്നെ നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് തക്കാളിയാണ്. പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി കൂടെ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സവോള ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, സവോള നമ്മൾ പൊടിയായിട്ടോ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പം സവോള നമ്മൾ അരിഞ്ഞത് നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അടിപൊളി ടേസ്റ്റിന് ഇപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മല്ലിയില കേട്ടോ. മല്ലിയില അടിപൊളി ഐറ്റം എന്നുള്ളത് ഞാൻ അതായത് ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് മല്ലിയില ഞാൻ കറികളിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റിൻ്റെ ഒരു ഇത് വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ നമ്മൾ മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സാക്കി വെച്ച ശേഷം ആവശ്യത്തിന് ഉപ്പിടാം. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ബാക്കി ഉപ്പിടാൻ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളൂ, കാരണം നമ്മൾ ചിക്കനിൽ ഇട്ടിരിക്കുന്നതുകൊണ്ട്. കുരുമുളക് പൊടി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് സംഭവം. അങ്ങനെ ഉപ്പും കുരുമുളക് പൊടി നമ്മുടെ പച്ചക്കറിയിലെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വന്ന ശേഷം നമ്മളിവിടെ മയോണൈസ് ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ ചെയ്ത മയോണൈസ് ആട്ടോ, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന മയോണൈസ് ആയിരിക്കും കൂടുതലും നല്ലത്. അങ്ങനെ നമ്മൾ മയോണൈസ് ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് നമ്മളിവിടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ, അപ്പോൾ ചിക്കനും കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത ശേഷം നിങ്ങൾ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ, ഉപ്പ് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. അല്ല അടിപൊളി ഒരു ചിക്കൻ സാലഡ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഞാനിങ്ങനെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ് ഇത് ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.